ഇതൊക്കെ ലിസ്റ്റ് ഉണ്ടല്ലോ. ലിസ്റ്റ് എല്ലാം എപ്പോൾ വേണേലും പുറത്തു. എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനാ? അതൊന്നുമില്ല. അതിന്റെ എല്ലാ കണക്കുകളും വിജിലൻസിനും ഗവൺമെന്റിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ കണക്കുകളും. എന്തായാലും ഒരു ദുരൂഹതയും ഒരു ഗൂഢാലോചനയും തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള സംശയമാണ് ഞാനെന്ന് പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ റിമാൻഡ് റിപ്പോർട്ട് വളരെ അവ്യക്തമായിരുന്നു. എന്നിട്ട് അദ്ദേഹം 40 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്നോട്ടെ, നമുക്കൊരു പരാതിയില്ല. പക്ഷെ എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്, ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള വീഴ്ച വരുത്തിയ കുറ്റകൃത്യമാണ്, എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. പറയണ്ടേ? കോടതിയുടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഞെട്ടിക്കുന്ന കോടതി വിധിയാണ്. ഒരാൾ 40 ദിവസം അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിലിൽ കിടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കേരളം അറിയട്ടെ. അപ്പൊ ശരി, കോൺഗ്രസിന്റെ 26-ാം തീയതി കല്ലിടും. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചല്ലോ. അത് നിങ്ങളോട് അവിടെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നോക്കുക. അവിടെ ഞാൻ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നല്ലോ, ഞാൻ അവിടെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ. നിങ്ങൾ അറിഞ്ഞ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ചടങ്ങിലേക്ക് സ്വാഗതം, നിങ്ങൾക്ക് അവിടെ വരാം. അവിടുത്തെ വയനാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി ഞാൻ അവിടെ വെച്ചിട്ടാണ് ബൈറ്റ് കൊടുത്തത്, സ്ഥലത്ത് വെച്ചിട്ട്. ഇല്ല, അവരാ പൈസ KPCCക്ക് കൈമാറിയെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. വെറുതെ നിങ്ങൾ ഈ നുണപ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യാണ്. ഒറ്റ കാര്യം, 1 വർഷം എടുത്തു സർക്കാർ സ്ഥലം എടുക്കാൻ വേണ്ടി. 1 വർഷം. എന്നിട്ട് പ്ലാന്റേഷൻ ഭൂമിക്ക് എക്സംഷൻ കൊടുത്തു. ഞങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു. അവസാനം അത് നിഷേധിച്ചു. ഞങ്ങൾ അപ്പോഴാണ് സ്ഥലം അന്വേഷിച്ചു പോയത്. സർക്കാർ 1 വർഷം സ്ഥലം എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. 4 മാസം കൊണ്ട്. എന്നിട്ട് CPM സൈബറിൽ പ്രചരിപ്പിച്ച ആന കയറുന്ന സ്ഥലമാണെന്ന്. ഞാൻ ആ സ്ഥലത്ത് പോയി. ഇതിന്റെ തൊട്ടപ്പുറത്ത് ആശ്രമം, തൊട്ടിപ്പുറത്ത് വീടുകൾ, അതിന്റെ പുറകിൽ ഒരു റിസോർട്ട്. എന്നിട്ട് ഇവര് ആന കയറുന്ന വീടുകളാണെന്ന് പറഞ്ഞു കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ സൈബർ ഇടങ്ങളും. കള്ളപ്രചരണം. ഞാൻ ആ സ്ഥലത്ത് പോയി മാധ്യമങ്ങളെ മുഴുവൻ കാണിച്ചു. ആശ്രമം കാണിച്ചു, വീടുകൾ കാണിച്ചു. റോട്ടിൽ നിന്ന്, അതായത് മെയിൻ റോഡിൽ നിന്ന് 250 മീറ്റർ ദൂരം, അതായത് ഈ സ്ഥലത്ത് നോക്കിയാൽ ആ റോഡ് കാണാം. സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാം. റോഡ് ആക്സസ് അല്ല, കൃത്യമായി റോഡ് ആക്സസ് ഉള്ള വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന, ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്ക്, ലോറിക്ക് വരെ വരാൻ പറ്റുന്ന സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്ത് പോയി പത്രസമ്മേളനം നടത്തിയിട്ട് എറണാകുളത്തിരിക്കുന്ന നിങ്ങളുടെ പത്രപ്രവർത്തകൻ അത് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ അവിടുത്തെ നിങ്ങളുടെ ആളെ വിളിച്ചു ചോദിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.